അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 11.25 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 ബെഡ്റൂം വരുന്ന വീടാണ്. വീടിന്റെ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നേരെ വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഫസ്റ്റ് കാണുന്നത് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഫുള്ളായിട്ട് വെട്രിഫൈഡ് മാർബോണൈറ്റ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു വീടാണ്. 3 ബെഡ്റൂം ഉണ്ട്. അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഒരു സ്റ്റോർ റൂം, ഒരു കോമൺ ബാത്റൂം, അങ്ങനെ നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ ഫസ്റ്റ് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ്. ഇതാണ് ഹാള്. ഹാളിനോട് ചാരിയിട്ട് ഒരു ബെഡ്റൂം, ഇങ്ങനെ 3 ബെഡ്റൂം വരുന്നുണ്ട്. റൂമൊക്കെ ഏകദേശം നല്ല സ്പേസസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ചുമരിൽ നല്ല വാർഡ്രോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് 1-2 റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള തറയാണ്. വലിയൊരു പഴക്കമില്ലാത്തൊരു വീടാണ് ഇത് കേട്ടോ. ഒരു 5-6 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൽ അതിൽ മാത്രമേ ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളൂ. പിന്നുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല അലമാരെല്ലാം നല്ല റാക്കൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണിത്. ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു കോമൺ ബാത്റൂം. ഇങ്ങനെ 2 ബാത്റൂമാണ് വീട്ടിലുള്ളത്. ഇനി ഇതാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. 3 ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത്. ഏകദേശം ഒരേ ഡിസൈൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ റാക്കും സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ. കിച്ചനോട് ചാരിയിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്, ഒരു സ്റ്റോർ റൂം ഉണ്ട്. ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂം. ഒരു 4 ലെയർ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ കിച്ചൺ സിങ്ക് വരച്ചിട്ടുണ്ട്. കിച്ചൺ സ്ലാബ്, മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോക്കേസൊക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ടൊരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചാരിയിട്ട് വർക്ക് ഏരിയ, ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ അടിഭാഗം മാറ്റ് രീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പുകയില്ലാത്ത ആലുവ അടുപ്പുണ്ട്. വർക്ക് ഏരിയയിൽ കിച്ചൺ സിങ്ക് ഉണ്ട്. പ്ലംബിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞതാണ്. നല്ല മാറ്റ് ഗ്രിപ്പുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചണും വർക്ക് ഏരിയയും കൂടാതെ ഇവിടെ ട്രസ് വർക്ക് ചെയ്തിട്ട് ഒരു ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ടുണ്ട്. അടുക്കളയുടെ ഭാഗം വർക്ക് ഏരിയയുടെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് സിമെൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. പിന്നെ പുറത്തൊരു കുളിമുറി ഉണ്ട്. ഒരു കക്കൂസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് വരുന്നുണ്ട്. ഇനി വീടിൻ്റെ അപ്സ്റ്റെയറിന് മുകളിലേക്ക് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കോണിക്കൂടാണിത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം, വീടിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് നല്ല ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മതിൽ, ഈ ഒരു ചുമര് മുകളിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയൊരു ഹാളായിട്ട് നമ്മൾക്കിവിടെ യൂസ് ചെയ്യാം. അതുപോലെ ഇടച്ചുമരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂംസുകളൊക്കെ ആയിട്ടും നമ്മൾക്കിവിടെ സെറ്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല വർക്കാണ് കേട്ടോ. ഇതിലൊക്കെ നല്ല പൈസക്ക് ചിലവുണ്ട്. ഈ ഒരു ഷീറ്റ് വർക്ക്, ഡ്രസ് വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെ. ഇങ്ങനെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ലക്ഷങ്ങൾ വരുന്ന ഒരു വർക്കാണിത്, ഈ ഷീറ്റ് വർക്ക്. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിഭാഗത്തേക്കുള്ള റൂമിലേക്കുള്ള ചൂട് കുറയും. അതാണ് മെയിനായിട്ട്. പിന്നെ ലീക്കേജിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചുമരൊക്കെ മുട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഒരുപാട് ഇങ്ങനെ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഈ ഒരു ഏരിയ നമുക്ക് നല്ല രീതിയിലുള്ള ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയാണ് ഈ വീട്ടിൻ്റെ ഒരു ഉൾക്കാഴ്ചകൾ. സിമ്പിളായിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതിലിനി വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. ഇതിൽ വെള്ളത്തിനായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. 2-3 തെങ്ങുകളുണ്ട്. അപ്പോൾ ഇതുള്ളത് പടപ്പറമ്പാണ്. കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ ചട്ടിപ്പറമ്പ് കഴിഞ്ഞിട്ട് പടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം. പടപ്പറമ്പ് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചന്തപ്പറമ്പ് ചേങ്ങോട്ട് റൂട്ടിലാണ് ഈ ഒരു വീടുള്ളത്. ചന്തപ്പറമ്പ് ചേങ്ങോട്ട് റൂട്ടിൽ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കവർ ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. 11.5 സെന്റ് സ്ഥലമുണ്ട്. 1200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമുള്ള വീടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.